ഞാൻ വി ഡി സതീശനോട് വളരെ വിനയത്തോടെ ചലഞ്ച് ചെയ്യുന്നു. 23-ാം തീയതി പാലക്കാട്ട് UDF തോറ്റാൽ സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമോ? 23-ാം തീയതി പാലക്കാട്ട് UDF തോറ്റാൽ സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP തകർന്നടിഞ്ഞതോടെ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനെതിരെ കലാപത്തിന് വഴിയൊരുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു 10-15-20 വോട്ടുകൾ എല്ലാ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. അത് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല. അല്ല, അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളത് വിശദമായിട്ട് പരിശോധിക്കും. വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അതിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് 70,000 ഒരു റിയലിസ്റ്റിക് ടാർഗറ്റ് ആകണമെന്ന് ഇല്ല. അപ്പോഴും 60,000-ന് മുകളിൽ വോട്ട് കിട്ടുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇന്നലത്തെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ ആദ്യം പോകുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് പാലക്കാട് മുൻ MLA-യുടെ ഓഫീസായിരിക്കും. ഞാൻ വിജയിച്ചതിന്റെ മുഴക്കോ ഇപ്പൊ കേട്ടത്. 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ പോകും. DCC ഓഫീസിൽ ഞാൻ പോകും. ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും. UDF-ന്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയാനാണ് സാധ്യത. രാഷ്ട്രീയം വിട്, നിനക്കൊക്കെ ബെഡായിയെ പറഞ്ഞിട്ടുള്ളൂ. കമ്മിറ്റിയുടെ UDF-ന്റെ ഓഫീസിലേക്കും ഞാൻ പോകും. ഇത് 4 ഞാൻ ചെയ്യും. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പാലക്കാട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ UDF പ്രവർത്തകർ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനെ കൂക്കി വിളിക്കുകയായിരുന്നു. എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മലെന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? താൻ വിജയിച്ചാൽ UDF കാര്യാലയത്തിലേക്ക് എത്തുമെന്നൊക്കെയുള്ള പ്രതികരണം നേരത്തെ ഡോക്ടർ P സരിൻ നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ അതിന്റെയൊക്കെ പരിണിത ഫലം എന്ന തരത്തിലേക്ക് വേണം വിലയിരുത്താൻ. അദ്ദേഹത്തെ കൂക്കി വിളിക്കുന്ന UDF പ്രവർത്തകരെയാണ് കാണാൻ കഴിയുന്നത്. കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു കാര്യം കൂടെ, ഒരു ഭൂരിപക്ഷം പറയാനായിട്ടുണ്ട്. ഞാനതാ പറയുന്നത്. ന്യൂസ് 18-നോട് ഞാൻ അങ്ങോട്ടൊരു ചലഞ്ച് വെക്കുകയാണ്, എല്ലാ മാധ്യമങ്ങളോടും. അപ്പച്ചിന്റെ മോനാ അനുരാജ് നല്ല കഴിവുള്ള പോയനാ. കലോത്സവത്തിനൊക്കെ ഫസ്റ്റാ. കലോത്സവത്തിനൊക്കെ ഭൂരിപക്ഷം പ്രവചിക്കാൻ നിങ്ങൾക്കൊരു അവസരം ഞങ്ങൾ നൽകുകയാണ്. ചേലക്കരയിൽ UDF വിജയിക്കാൻ പോകുന്നത് എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും എന്നുള്ളത് ന്യൂസ് 18ന്റെ പ്രേക്ഷകരും കൂടി അറിയാൻ ആഗ്രഹമുണ്ടാവും. കലോത്സവത്തിനൊക്കെ ജഡ്ജസായിട്ടൊക്കെ അടിയുണ്ടാക്കി 5ാം സ്ഥാനം 1ാം സ്ഥാനമൊക്കെ ആക്കും നമ്മള്. എന്റെ അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാ. ഷാളൂരിയൊക്കെ അടിക്കും ജഡ്ജസിന്. പരാജയപ്പെട്ട ചേലക്കരയിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോളിംഗ് സെന്ററിൽ നിന്ന്, കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് ഇറങ്ങി വരികയാണ് എന്ന് മനസ്സിലാവുന്നു. പരാജയപ്പെട്ട രമ്യ ഹരിദാസ് രണ്ടാമംഗത്തിലും പരാജയപ്പെട്ട രമ്യ ഹരിദാസ്. അങ്ങോട്ട് ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ.